പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോമോളെ റൊട്ടീൻ ചെക്കപ്പുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നതാണ്. ഇടയ്ക്കുള്ള ഭാഗങ്ങൾ നിങ്ങൾ മുൻപ് കാണിച്ചുകൊണ്ട് പഴയ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഈ റൊട്ടീൻ ചെക്കപ്പിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ വീഡിയോകളൊക്കെ ഒന്ന് കാണിക്കാം. ഒത്തിരി കാണിക്കുന്നില്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരിത്താസ് ഹോസ്പിറ്റലിൽ പാർക്കിംഗ് ഇല്ല, ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് വണ്ടി കൊണ്ട് വഴിയിലിട്ടിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകണം. ഇനിയിപ്പം കുറേ അങ്ങോട്ട് നടക്കണം നിങ്ങൾ ചെല്ലണമെങ്കിൽ. എന്നെ അവർ ഇറക്കിയാൽ മതിയായിരുന്നു. ഞാനിവിടെ കാർഡ് എടുക്കണം. കാർഡ് എടുക്കായിരുന്നട്ടെ, അത് ശരിയായിരുന്നു. പാർക്കിംഗ് എല്ലാം ഫുള്ളാണ്. യോമോൾക്കൊരു റൊട്ടീൻ ചെക്കപ്പ് ഉണ്ട്, അതിനുവേണ്ടി വന്നതാണ് കേട്ടോ. 3 മാസം കൂടുമ്പോൾ റൊട്ടീൻ ചെക്കപ്പ് ഉണ്ട്, അതിനുവേണ്ടി ഞങ്ങൾ വന്നതാണ്. ചീട്ട് കൊടുക്കണം. നമ്മൾ ഒരു ന്യൂറോ സയൻസ് നല്ല തിരക്കാണ്. ഡോക്ടറെ അടുത്ത് നല്ല തിരക്കായെന്ന് തോന്നുന്നു. ശ്യാം ഡോക്ടറെ അടുത്ത് നല്ല തിരക്കായെന്ന് തോന്നുന്നു. BP ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട്, പ്രഷറും BP ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് യോമളങ്ങ് പോയിരിക്കുകയാണ്. ഇപ്പോൾ കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ മാസ്ക് വെച്ച് നിന്നേക്കാൻ ഏറ്റവും നല്ലതാണ്. എല്ലാവർക്കും കൊറോണയുള്ള സമയമല്ലേ ഇപ്പം. നല്ല തിരക്കാണ് ഹോസ്പിറ്റലിൽ. നമ്മളവിടെ നിന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. BPയും പ്രഷറൊക്കെ പരിശോധിച്ചിട്ട് വരുന്നുണ്ട്. തിരക്കായിട്ടുണ്ട്, ഇച്ചിരി തിരക്കായി. എത്ര നമ്പർ എത്രയാണ്? നമ്പർ എത്രയാ നോക്കിയില്ലേ? പുറത്തോട്ട് ഇരുന്നോളാം പറഞ്ഞു. വിളിക്കുമോ? വിളിച്ചാണോ കേട്ടുന്നേ? അറിയത്തില്ലല്ലോ. ഞങ്ങൾ മാസ്ക് ഒക്കെ വെച്ചായിരിക്കും കേട്ടോ. എടുക്കാൻ വരുന്നുണ്ട്. ഇവിടെ ഈ കൊറോണയുടെ സമയമുള്ളതുകൊണ്ടേ മാസ്ക് ഒക്കെ വെച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വെയിറ്റിങ്ങിലാണ്. ഡോക്ടർക്ക് ഇപ്പോൾ തിരക്കൊക്കെ ആയി. ആദ്യം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, ഇപ്പം നല്ല തിരക്കൊക്കെ ആയി. ഇതാണ് നമ്മുടെ സാറ്. ഡോക്ടറെ അടുത്തുനിന്ന് ഞങ്ങൾ പോന്നു. ഈ സ്കാനിങ്ങിൻ്റെ അവിടെ പോയി സ്കാനിങ് ചെയ്തിട്ടുണ്ട്, MRI. അപ്പോൾ അതുകൊണ്ട് കാണിക്കണം. ഞങ്ങൾ സ്കാനിങ് സെൻറ്ററിലോട്ട് പോവാണ്. അവിടെ പോയി പേപ്പർ കൊടുത്ത് എല്ലാം പൂരിപ്പിച്ച് കൊടുക്കണം. അടുത്ത ദിവസം വന്നിട്ട് MRI എടുക്കണം. MRI എടുത്തിട്ട് വേണം ഡോക്ടറെ നമ്മൾ കാണിക്കണം. അതിന് വേണ്ടി ഇന്ന് റെഡ് അലർട്ടാണ് പറഞ്ഞിരുന്നത്. നല്ല മഴക്കാറുണ്ട്, പക്ഷെ ഇപ്പം നല്ല വെയിൽ തെളിഞ്ഞിട്ട് ഇപ്പുണ്ട്. നല്ല അന്തരീക്ഷമാണ്. ഇപ്പോൾ മഴ പെയ്താൽ മൊത്തം പണിയാവും. ചെടിയൊക്കെ അടിപൊളിയായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചെടിയൊക്കെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇതാണ്. സ്കാനിങ് സെൻറ്റർ ഇവിടെയാണ്. റേഡിയോളജി ഇവിടെയാണ് MRI സ്കാനിങ്. ഫോം ഫില്ല് ചെയ്യാനുണ്ട്, ഫോം ഫില്ല് ചെയ്യാൻ പോവാം. ഇവിടെ നിന്നെല്ലാം പൂരിപ്പിച്ച് കൊടുത്തു. ഡേറ്റ് എടുത്ത് പോകുന്നു. തിരിച്ച് വണ്ടി എടുക്കാൻ പോകണം. അപ്പം നമ്മുടെ ബഗി വരുന്നുണ്ട്. പാർക്കിങ്ങിലോട്ട് നമ്മൾ ബഗിയെ കയറി പോകാം. പാർക്കിംഗ് അങ്ങേറ്റം.
നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുക. അവിടെ വരെ അല്ല, അവിടെ കൊണ്ട് നടത്താറുണ്ട്. വഴിയിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ തിരക്കാണ് ഇവിടെ. മഴ പെയ്ത് പാടമാണോ തോടാണോ എന്ന് അറിയാൻ പറ്റില്ല, ആറാണോ എന്ന് അറിയാൻ പറ്റാത്ത കണ്ടീഷനായി. ആറ് പോലെ ഉണ്ടോ മഴ പെയ്യത്. കാണാൻ പറ്റിയില്ലല്ലോ, അവിടെ നിന്ന് എടുക്കാൻ കണ്ടില്ല. മണ്ണാർക്കാട് ബൈപ്പാസ്, പട്ടിത്താനം മണ്ണാർക്കാട് ബൈപ്പാസ് കൂടിയാണ് പോകുന്നത്. ആശുപത്രി വരെ പോയതാ. നിങ്ങൾ എവിടെയെങ്കിലും പോവല്ലേ? ഇവിടെ ഒന്ന് ചെക്കപ്പ് ഉണ്ടായിരുന്നു. ജോമോക്ക് ചെക്കപ്പ് പരിശോധന ഉണ്ടായിരുന്നു. പരിശോധന ഉണ്ടായിരുന്നേ ജോമോൾക്ക്. ജോമോൾക്ക് പരിശോധന ഉണ്ടായിരുന്നു. ഇതെന്നാ എടുത്തോണ്ട് നടക്കണേ? ഈ പേപ്പറിലായിട്ട് നടക്കണേ എന്നാത്തിനാ? ഇതെല്ലാം എന്തിനാ എടുക്കുന്നേ അതൊക്കെ? പള്ളി പോകാൻ പോകണോ? പള്ളി പോകാറൊന്നും ആയില്ല. ആണോ? അത് പേപ്പറല്ലേ, പത്രമല്ലേ അതല്ല? അതൊക്കെ എടുത്ത് തൂരക്കളയാ, ഒക്കെ കത്തിച്ച് കളയാ. പള്ളി പോകാനായിട്ടല്ല എടുക്കുമെന്നാ പറഞ്ഞേ. രണ്ട് തോർത്തൊരു തീറ്റിയേക്കോ അല്ലേ? എവിടെ പോനാ? കുളിച്ചിട്ട് വല്ലയിടത്തും പോകണം? എലിക്കുട്ടി കുളിച്ചിട്ട് വല്ലയിടത്തും പോകണോ? ഇപ്പൊ കുളിക്കുന്നത് എന്തിനാ ചോദിച്ചേ? ഉച്ച സമയല്ലേ? ഇപ്പൊ കുളിക്കുന്നത് എന്തിനാന്നാ ചോദിച്ചേ? ഉച്ചയല്ലേ ആയുള്ളൂ. ഇപ്പൊ കുളിക്കുന്ന വല്ലയിടത്തും പോകാനാണോ? ഇപ്പൊ കുളിക്കുന്നത് വല്ലയിടത്തും പോകാനാണോ? പള്ളി പോകാനാ? ഇന്നെന്നാ പള്ളി പരിപാടി? ഇന്ന് പള്ളിയിൽ എന്നാ പരിപാടി? പള്ളിയിൽ എന്നാ പരിപാടി? ഇപ്പൊ പള്ളി പരിപാടിയൊന്നും ഇല്ലല്ലോ ഒന്ന്. ഇന്നത്തെ പുതപ്പ് അവിടെ എന്നാലും കൊടുത്ത് ഇരിപ്പുണ്ടായി ഇന്നലെ. ഞാൻ രാത്രി പുതപ്പിച്ചപ്പം പറയാ ഇതൊന്നും എനിക്ക് വേണ്ടെന്ന്. ഇപ്പൊ തണുക്കണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ പുതപ്പിച്ചത്. എന്നിട്ട് പറയാം എനിക്കിതൊന്നും വേണ്ടെന്ന്. എന്നാ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ഒരു സന്തോഷമില്ലായ്മ. എന്നാ ഒരു സന്തോഷമില്ലാത്ത ഏലിക്കുട്ടിക്ക്? ഒന്നുമില്ല സന്തോഷിക്കാൻ. സന്തോഷിക്കുന്ന മാത്രം കാര്യമൊന്നുമില്ല. ഇല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടി ജീവിക്കണം, അത് മനുഷ്യൻ്റെ കൂടെ നടക്കണം, അത് മതി. ഒരുത്തരോട് പശുവിനൊക്കെ കയറ്റി കെട്ടണം, വെള്ളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകാം. അതെ, അവിടെ പശുവിനെ കൊണ്ട് ഉടക്കി നിർത്തി നിൽക്കുക. എടാ അത് ഉടക്കി നിൽക്കോടാ, ഇപ്പഴ വന്ന് എടുത്തോണ്ട് പോടാ. അവിടെ കെട്ട്, എന്നിട്ട് അതിനിങ്ങനെ മാറ്റ്. അതാ ആ ഇല തിന്നാൻ വേണ്ടി ഇരിക്കുന്നതാ. ആ കരിയാ പൊടിച്ച് കളയും. അങ്ങനെ അടിച്ചോ ഓടിച്ചു വിട്ടേ, അങ്ങനെ തള്ളിവിട്. പൊന്നൂനെ കണ്ടോണ്ട് ജാക്കു കിടന്ന് വഴക്കുണ്ടാക്കണം. പൊന്നും ജാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. ഉണ്ടോ? പൊന്നി അങ്ങ് നോക്കി നിൽക്കണം. ജാക്കു വേണ്ട പൊന്നിക്കിട്ട് നോക്കിക്കിടന്ന് കളിക്കുന്നു. പൊന്നിയേ, പൊന്നേ. സഹോദരങ്ങളപ്പം ജോമോള് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കുടിച്ചു തന്ന സ്കാനിങ്ങിന് ഞങ്ങൾ പാലായ്ക്ക് പോകണം കേട്ടോ. പാലായിൽ അണിച്ചിട്ട് റേറ്റ് കുറവ്, അതുകൊണ്ട് പാലായ്ക്ക് സ്കാനിങ്ങിന് ഇന്ന് പോവുകയാണ്. ഞാൻ റിപ്പോർട്ട് മേടിച്ചിട്ട് അത് ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് എല്ലാം കൂടെ കൂടി
ആണ് വീഡിയോ ഇടുന്നത്. ഇവിടെ മഴയാണ്, ഈ ഭാഗത്ത് മാത്രമല്ല മഴ പെയ്യുന്നുള്ളൂ, ബാക്കി ഭാഗത്തൊന്നും മഴ പെയ്ത് കണ്ടില്ല. ഇനി പല ഭാഗത്തോട്ടും ചിലപ്പോൾ മഴയായിരിക്കും. അതുകൊണ്ട് ബൈക്കിന് പോകുന്നില്ല, ഞങ്ങൾ ഓട്ടോയ്ക്ക് തന്നെയാണ് പോകുന്നത്. പല മരിയനിലുള്ള ഒരു മെട്രോ സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെയാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് സ്കാനിങ്ങിൻ്റെ കമ്പനികളുടെ മാനേജറുണ്ട്, പുള്ളിയാണ് നമുക്കിത് സംഘടിപ്പിച്ച് തന്നത്. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര റേറ്റാണ് പറഞ്ഞത്. ഇപ്പം മഴക്കാലം കൂടെയല്ല, അതായത് പൈസയും കുറവാണ്. അപ്പം റേറ്റ് കുറഞ്ഞെടുത്ത് പോയി ചെയ്യാന്നുള്ളതാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ. മെരിയൻ മെഡിക്കൽ സെൻറ്റർ, മെരിയൻ മെഡിക്കൽ സെൻറ്ററിലാണ്. ഇവിടെയാണ് നമ്മൾ സ്കാനിങ്ങിന് വന്നിരിക്കുന്നത്. ക്യാൻറ്റീൻ ഇവിടെ ഒന്നും ഉണ്ടാകും. ഞങ്ങളൊരു ചായ കുടിക്കാൻ പോവാണ്, ക്യാൻറ്റീൻ തപ്പി പോവാണ്. ക്യാൻറ്റീനിങ് പുറകില്ല. ഇത് നേഴ്സിങ്ങിൻ്റെ പിള്ളേർ പഠിക്കുന്ന സെൻ്ററാണിത്. ക്യാൻറ്റീൻ നമ്മൾ കണ്ടുപിടിച്ചു. അവക്കാടാ നിൽക്കുന്നത്, അവക്കാട. പ്രായമായിരിക്കും. ഇവിടെ ക്യാൻറ്റീനിൽ ചായ 3:45 ആവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് ചായ കുടിക്കാൻ പോവാം. എനിക്ക് കോഫി വേണ്ട, ചായ. നമ്മൾ കഴിച്ച ഡേറ്റ് പോയി കേട്ടോ. റിനോവേഷൻ നടക്കുമെന്ന് തോന്നുന്നു. ഈ ബാക്കിയുള്ളവർ എവിടെയായിട്ട് കുഴപ്പിക്കാനാണ് വരാതിരിക്കണം. അതാണ് ആവത്തുണ്ടായാലിരിക്കണേ. ആണോ? നേരെ സന്ധ്യയാകാൻ പോവാ കേട്ടോ, രാത്രിയാകാൻ പോവാ. ഇങ്ങനെ ഇരുന്നേച്ച് ഇവിടെ എന്നാ ചെയ്യാനാ? ബന്ധമില്ല, ബന്ധമില്ലാതെ എങ്ങോട്ട് പോകണം? ഞാൻ മറ്റുള്ളവരെയൊക്കെ ഇതുങ്ങളൊക്കെ കൊണ്ട് വീട് വഴി ആക്കി വെച്ചതല്ലേ, എങ്കിലും പോയേച്ചും ഇത് നിങ്ങൾക്ക് തോന്നും വന്നാൽ മതി. ഒത്തിരി എണ്ണം വണ്ടിയെ പോകണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട, അങ്ങോട്ടും പോകണ്ട. ഇങ്ങോട്ടൊന്നും വന്നില്ല. ഇങ്ങോട്ട് വരാനുള്ള ആരും വേണ്ടായിരിക്കും. നേരെ സന്ധ്യയാകാൻ പോവുക. ഇങ്ങനെ ഇരുന്നാൽ എന്നാ ചെയ്യും? ഈശോയെ, മുത്തപ്പ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താതെ. കുഴഞ്ഞ് കിടക്കുവാണ്. എൻ്റെ മുത്തപ്പൻ്റെ ദുർക്കയിലാണ് എല്ലാം ഇരിക്കുന്നത്. എൻ്റെ മുത്തപ്പൻ വേണ്ട എല്ലാം തെളിച്ചെടുക്കാൻ. വളഞ്ഞും കുഴഞ്ഞും കിടക്കണൊക്കെ. ബന്ധമില്ല, ബന്ധമില്ല. ആണ്ട് ഓട്ടോറിക്ഷ 2 ആ വഴിക്കൂടെ വന്ന് അങ്ങോട്ട് പോവും, പടിഞ്ഞാട്ട്. അല്ലേ, വീട്ടിലുള്ള ജന്തുക്കൾക്ക് എവിടെയായിരിക്കും ഇത്രയായിട്ട് നേരമായിട്ടും വരാത്തത്? വേറെ അവനെ തിരി മേടിച്ച് നീയാണോ? ഞാനാ? ഈശോയെ, മുത്തപ്പൻ ഞങ്ങൾക്ക് കൂട്ടുസഹായ സഹകരണമായിരിക്കണേ. തടസ്സമൊന്നും കൂടാതെ ഞങ്ങളെ എൻ്റെ മുത്തപ്പൻ്റെ സ്ഥലത്ത് കൊണ്ട് ആക്കണേ, മണ്ണിൽ കൊണ്ട് ആക്കണേ. തടസ്സം കൂടാതെ ആരുടെയും വായിലിരിക്കണ കേൾക്കാൻ ഇവിടെ ഓരോന്ന് പോകുന്നു. അല്ല, എവിടെ പോകണം ഈ വണ്ടിക്ക്? എന്തുമാത്രം എണ്ണ പോകണം? ഇത് പൈസ ചിലവായി. പൈസ ഉണ്ടായിട്ടല്ല എല്ലാം ചെയ്യും. നിൽക്കാൻ മേല, കാലും കൈയെല്ലാം വേദന, നടുവ് വേദന. 2 ദിവസം മുമ്പേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകേണ്ടതാണ്. വെറുതെ ഇവിടെ വന്നു എല്ലാം കുഴപ്പിക്കാൻ. ഇതൊന്നും ഇല്ലല്ലോ മനസ്സ്. ആരുമില്ല, അപ്പനുമില്ല, അമ്മയുമില്ല, പെങ്ങന്മാരുമില്ല, കളിയും ചേട്ടന്മാരുമില്ല, അനിയന്മാരും. 1 2 കൊച്ചുകൾ കെട്ടേച്ചു. ഇതൊക്കെ ഈ പോക്കിങ്ങനെ പോകണം. എന്നെ രക്ഷിച്ചില്ല.
അതാ എവിടെ കൊണ്ട് ചായ വെച്ചോക്കാം. ഞാനാ വെച്ചേ. ആരാ ഞാനാ വെച്ചേ. ചായ വെച്ചോക്കാം. ആ ചായ എങ്ങനെ ചൂടാ? ഇതെന്നതാ? ഒന്നുമില്ല. ഇതുണ്ടോ? ഒന്നുമില്ല. എന്താ അവനെങ്ങനെ ഇത് ഉപയോഗിക്കാൻ ഉള്ളി അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനും ഇവിടെ വെച്ചേക്കാൻ്റെ കാര്യമില്ല. ചൂടെ കളയാൻ. ആരാ അത് വെച്ചത്? ആരാ അത് വെച്ചേ? മാനസിക രോഗം. ആരാ അത് വെച്ചേ? ആരാ അതങ്ങനെ വെച്ചത്? എന്നാ അത് വെച്ചത് ആരാ? ആരാ അത് ഇത് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. നിന്റെ കൊണ്ടേ കളറെ അതെവിടെ പോയി? അത് വരവില്ലേ? വീട്ടു പോയോ? തുണിയൊക്കെ ഇങ്ങനെ വെച്ചതാകാം. ഞാനാണോ? ആ ആണോ? ആ അതിൻ്റെ വെട്ടിക്കകത്തോട്ട് വെച്ചേക്കാം. കേക്ക് എങ്ങനെ ഇട്ടിട്ടാൽ ശരിയാകിയേ? നല്ല നാളെ എനിക്ക് പോകാനുള്ള നോക്കാൻ എന്ത് വായിച്ചേ? എന്തെങ്കിലും കൊണ്ടുവരാ. ഒന്നുമില്ല. വെള്ളാട്ടമുണ്ട്. ഇവിടെ ഉള്ളതിനൊക്കെ എന്നാ പറ്റി ഇങ്ങനെയായിപ്പോൾ പ്രായം ചെന്നൊക്കെയാണ്. പിന്നെ അങ്ങനെ പറയാം. ഇതിനൊക്കെ പ്രായമായോ? ഇപ്പം പിന്നെ എന്താ പ്രായം ചെന്ന പേരായാലോ. അത് അതിൻ്റെ കാണോ. വീട്ടിലോട്ടൊന്ന് പോകണം. എങ്ങനെയാ? ഞങ്ങളുമാരും വരാൻ പറ്റില്ല. വരുമെന്ന് തോന്നുന്നില്ല. അപ്പനും വരികയില്ല. പിന്നെ എങ്ങനെ ഞാൻ പോവും? ഇതൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് ഞാനല്ലല്ലോ. പിന്നെ ആരാ? എലിക്കുട്ടിയാ കെട്ടി വെച്ചത്. എലിക്കുട്ടിയാ കെട്ടി വെച്ചത്. ഇല്ലെന്നേ. അതെ. എന്ന് കെട്ടിയതാ? ഇന്നോ? ഇല്ലെന്നേ. ഞാനും വളർത്തിട്ട് ഇവിടെ ഈ സാധനത്തോട് തൊട്ടിട്ടില്ല. ഇങ്ങോട്ട് കയറിയിട്ടുമില്ല. പിന്നെ ആരാ കെട്ടി വെച്ചത്? എന്നാ പിന്നെ ആരാ കെട്ടി വെച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഉണ്ടാകുന്നോ നിങ്ങളായിരിക്കും. വലിയാലായിരിക്കും. ഇതിനടുത്ത് എവിടെയാവുക? എത്തിക്കാത്തോ കൊണ്ടുപോകാനാണെങ്കിൽ വണ്ടിയെ വെച്ചുകൊണ്ട് പോകാനായിരിക്കും വീട്ടിലേക്ക്. പെട്ടിക്കകത്തോടെ വെച്ച് നോക്കാം. എപ്പോഴായാലും പോകണ്ട. ഇതിനകത്ത് ഉണ്ടാക്കി ആരോണിയാ? മനുഷ്യൻ്റെ സ്വഭാവമുള്ളവർ ഇങ്ങനെയൊന്നും കാണിച്ചു കത്തിയ ഇതേ കെട്ടി വെച്ചേക്കണം. അവിടെ കെട്ടി വെച്ചേക്കണം. ഉണ്ടോ?
ഊരിപ്പോയി. വെല്ലുമ്മ വന്നോ? ഇല്ല വന്നില്ലേ? ഇല്ല. അയ്യോ, അതിനാ ഇതെന്താ? കവണി, ചട്ട, ഇതെന്നെ വയ്ക്കുക? ഇതൊക്കെ എൻ്റെ പെട്ടിക്കകത്ത് വെച്ചിരുന്നതാ. ഇതൊക്കെ ഇവിടെയുള്ളവരുടെ പണിയാണ്. ഇവിടെയുള്ളത് ചെറുപ്പക്കാരുടെ. അല്ലാതെ എനിക്കാരും ഇവിടെ വന്നൊന്നും വയ്ക്കുക, അത് വേറെ കാര്യം. എന്തോ ഇല്ല, എന്തോ ഇല്ല. ഇട്ടോളാൻ കഴിയും. ഇതുകൊണ്ട് ഇതിനകത്ത് വേണം അത് വെക്കാം. ഇതിനകത്ത് കുറച്ച് എടുത്ത് വെക്കാം. അട്ട എടുത്ത് വെക്കാം, എടുത്ത് വെക്കാം. കവണി എങ്ങനെയാണ് വെക്കണം? കവണി പെട്ടിക്കകത്തോട്ട് നേരത്തെ അലക്കി തേച്ച് വെച്ച കട. ചായ വെട്ടിയിരുന്ന തട്ടയും കൂടെ വെക്കാൻ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് ഒരറിവുമില്ല. ഇതെല്ലാം വെടിയിച്ച് ഇട്ട് ഇത് ഏതിൻ്റെ പണിയാണ്? ഏതെങ്കിലും ഒരു മാനസികരോഗിയാ. എന്നാ ചെയ്യാൻ? ഇത് പെട്ടിക്കകത്ത് വെക്കത്തില്ല. എത്ര പുറത്തങ്ങാൻ വെച്ച എന്നാന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ആര് കൊണ്ട് വെച്ചേക്കാണ്? വേറൊന്നും അതിനകത്തില്ലാതെ. മുട്ടയമ്മ വന്നോ? ഇല്ല, വന്നില്ല. ഏത് കറിക്ക് പോയി? കരയിലൊന്നും പോയില്ല. ചെരുപ്പ് വെച്ചിട്ടുണ്ട്. ചെരുപ്പിന് ആ തള്ള എവിടെ പോയെന്നറിയാമോ? അല്ലേ ആശുപത്രി വരെയും പോയതാ. ആശുപത്രി വരെയും പോയതാ. ആശുപത്രിയിൽ ആ കിടക്കുവാണ്. അല്ല, മരുന്ന് മേടിക്കാൻ പേരാണ്. ആ അപ്പം എന്നാലും വരികയല്ലേ? വരും. ഇത് വന്നില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ വരും. ഇതങ്ങനെ വെച്ചേക്കാം. തപ്പ് വന്നാൽ വെച്ചേക്കാം. ഇതെല്ലാം പോട്ടെ. ഇവിടെ നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നാ ചെയ്യാനാ? നേരത്തെ കടി വേവിച്ച് വെച്ച് ഉണക്കിയിട്ട് വെക്കാം. അത് ചെയ്യും.
ഇതൊക്കെ എവിടെ പോയായിരിക്കും? അത് കൊണ്ട് അവിടെ നമുക്ക് പുറത്തൊന്ന് നോക്കാം. അവിടെ ഞാൻ വരാം. അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല ഏ? ഇല്ല. ഇല്ലാഞ്ഞോ? രാവിലെ വരെ ഇല്ലാഞ്ഞോ? ഉച്ച മുതൽ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. എന്നാലത് എവിടെ പോയാ പിന്നെ? ആശുപത്രിയിൽ പോയാണോ? ആ ആണോ? അവിടെ കിടക്കുവാണോ? അല്ല, കുറച്ച് കഴിയുമ്പോൾ വരും. ആരാ കൊണ്ടുപോയേ? പപ്പാ കൊണ്ടുപോയി. ആരാ? പപ്പാ കൊണ്ടുപോയിന്ന്. പപ്പായോ? ആ ഇപ്പം നമ്മളെന്നാ ചെയ്യണേ? ഒരു വിവരവും കിട്ടുകയില്ല, അറിയത്തുമില്ല, കണ്ടുമില്ല, എന്തുമില്ല. ഏറെ സന്ധ്യ ആകും. ഇങ്ങനെ വിവരമില്ലാതെ മനുഷ്യൻ തുടങ്ങി എന്നാ ചെയ്യും? എന്നാ ഒരു ജീവിതം, ഒരു കുടുംബം. ഇത് കഴിച്ച് എവിടെ കഴിച്ചാണ്? ചൊറിയാനാ? കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ദൂരത്തോട്ട് കയറുമോ? നോക്കി അതിനെ പറഞ്ഞു നടക്കണം. ഇത് വല്ലതും വേലായിയാണോ? കാലത്ത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ വല്ലതും ഉണ്ടാക്കിയല്ലോ. കൈയുടെ പൊക്കത്തുള്ള പോട്ട് മുക്കാലി കയറ്റി അവിടെ ഉണ്ടാക്കി വെച്ചാൽ ഇങ്ങനെ ഇട്ടാലെങ്ങനെ? അതാണ് എളുപ്പമല്ലേ? പേടി തോന്നില്ല. ഹെൽമെറ്റ് കൊടുത്ത സാധനം ഇവരുടെ വേറെയായിരുന്നു. അതാണ് അതിൻ്റെ അടുത്ത കാലം സമയം കൊടുക്കും. 10 മിനിറ്റ് മുമ്പ് വന്ന് മരുന്ന് തന്നു. ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് 10 മിനിറ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് ഇവിടെ കുത്തിവെച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 10 മിനിറ്റും കൂടെ എടുത്തു. അരമണിക്കൂർ കഴിഞ്ഞ് ഒരു 10 വന്നു ഇഞ്ചക്ഷൻ തന്നു. പിന്നെ 10 മിനിറ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. മറ്റേ 15 മിനിറ്റേ ഉണ്ടായിരുന്നു. മരുന്നില്ലായിരുന്നല്ലോ, മരുന്നുമില്ലാതെ 15 മിനിറ്റേ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതല്ലേ ഉള്ളൂ. എന്നാ പ്രഷർ കുറയാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സ്കാനിങ് കഴിഞ്ഞു. മരണ വേദി നിൽക്കുകയാണ്. കയ്യിൽ ഒട്ടിരിയുണ്ട്, വിളിക്കാനുണ്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരുവാണ്. അത് പറഞ്ഞു കാര്യങ്ങൾ റിപ്പോർട്ട് 2 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്. ആശുപത്രിയിൽ പോവുക. ആരാ? ഞാൻ യോമോൻ രണ്ടുപേരോ? വിവാദം ഇവിടെ ഉണ്ട്. അമ്മയ്ക്ക് കൂട്ടായിട്ട് മരുന്ന് കഴിക്കാൻ പോവാണോ? ഡോക്ടറെ കൊണ്ട് സ്കാനിങ് കൊണ്ട് കാണിക്കണം. കാരിത്താസിൽ. അവിടെ വരെയും പോകണം. അതിവിടെ അടുത്തല്ലേ, ഒത്തിരി ദൂരമൊന്നുമില്ല. അരമണിക്കൂർ അല്ലേ? അരമണിക്കൂറേ ഉള്ളൂ. അമ്മ പോകാനുണ്ടോ? ഞാൻ പോകുന്നില്ല. ഞാൻ എന്തിനാ പോനതല്ലേ? എന്നാ കാര്യം? അമ്മയെ പ്രാർത്ഥിച്ചേര് കേട്ടോ. എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോയാൽ. അയ്യോ, ഇങ്ങനെയൊക്കെ പറയാതെ. അമ്മയുടെ വീടാ ഇത്. അതൊന്നും കാര്യമില്ല. അതിനതേ വന്ന് വിവാൻ അമ്മേനെ നോക്കാൻ. ഇനി ഇൻചാർജ് വിവാനാ. അവൻ നോക്കിയാലേ അവനെ മുട്ടായി ഒക്കെ തരും, എന്നാ ലഡു എടുത്തു തരും, ജിലേബി എടുത്തു തരും. ഇവിടെ കിട്ടേണ്ട കാര്യം. അത് പിന്നെ എന്നാണ് ഉമ്മയുടെ ഒരു ഉമ്മ കൊടുത്തേക്കണം കേട്ടോ. അമ്മയ്ക്കൊന്നും ഒരു ഉമ്മ കൊടുത്തേക്കണം കേട്ടോ. സ്നേഹം ഇല്ലേ ഇവന്? സ്നേഹവും കാരുണ്യം വേണം. സ്നേഹവും കാരുണ്യൊക്കെ ഞങ്ങളെക്കാളും കൂടുതൽ ഇവരുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. മക്കൾക്ക് പ്രത്യേകിച്ചുണ്ട്. മക്കളെ മക്കളുമാണ് കാരണവന്മാർക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. അതൊക്കെ ശരിയാ. അവരോട് പെരുമാറുന്നത് എങ്ങനെയാ അതുപോലെയാണ് അവരുടെ സ്നേഹവും സന്തോഷവും അവരുടെ ഉള്ളിനുള്ള ആശ്വാസവും. അല്ലെങ്കിൽ എപ്പോഴും കടുപ്പ വിഷമാ അല്ലേ? മനസ്സിളയിക്കൊണ്ടിരിക്കും. അത് ശരിയാ. അതെല്ലാവർക്കും അങ്ങനെയാമേ, എല്ലാ വീട്ടിലും അതെ. അതെ. ഇവനെ ഇവിടെ ഏൽപ്പിക്കോ കേട്ടോ. പഴയ അമ്മച്ചിനെ പിടിച്ചോ, അമ്മച്ചിനെ പിടിച്ചോ. പഴയ കാലം പോലെയല്ല. പഴയ കാലത്ത് അങ്ങനെയല്ല. നമുക്ക് പോകാം. ഒരു കുഴപ്പമില്ല. കണ്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ പോയിട്ട് വരട്ടെ കേട്ടാ. നിങ്ങൾ എപ്പോഴാ? ഞങ്ങൾ ഇത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വരും. പിന്നെ എന്ത് നമുക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നിനക്കാണോ? പ്രാർത്ഥിക്ക് കേട്ടാ. പിന്നെ എന്നാ പറഞ്ഞു?
ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ട്. ചെന്ന് നോക്കട്ടെ ഇനി എന്നാന്ന് പറയണേന്ന്. എന്താണാ പറഞ്ഞേ? ഇനി ചെല്ലട്ടെ, ഡോക്ടർ എന്നാന്ന് പറയട്ടെ. നമുക്കറിയത്തില്ലല്ലോ. നേരത്തെ കണ്ടില്ല ഞാൻ. നേരത്തെ കണ്ടതാ, 1 വർഷമായി കണ്ടിട്ട്. ആണോ? ആ, ഇങ്ങനെ പോണം 3 മാസം കൂടുമ്പോ പരിശോധനയ്ക്കും മരുന്ന് മേടിക്കാനും. അങ്ങനെ പോകണം. ആ, അങ്ങനെ പോണം. കൂടിയ രോഗമാണ്. അത് എന്നാ രോഗാ? തലക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. തലയുടെയാണോ? എന്നാൽ അതിന് മേലോട്ട് കഴുത്തിന് മേലോട്ടുള്ള ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിക്കണം. ജലമ്പിന് വല്ലതും കുഴപ്പം? അത് ഇച്ചിരി കുഴപ്പമുണ്ട്. ചെല്ലട്ടെ കേട്ടോ, പോയിട്ട് വരട്ടെ. എപ്പം വരും? ഉടനെ വരാം. എവിടെയാ പോണേ? കാരിത്താസില് ലീലാമ്മയില്ലേ? ലീലാമ്മ ചേച്ചിയുടെ ആശുപത്രിയില്. അവർക്കൊക്കെ പ്രത്യേകിച്ച് തലയുടെ രോഗത്തിന് പ്രത്യേകം ഡോക്ടർമാരെ ഉണ്ട്. അവരെ ആക്കിയിരിക്കാം. അത് 100 പേരെ കാണേണ്ട കാര്യമില്ല. ഓടി നടക്കണ്ട. സ്ഥിരമായ ഒരു ചികിത്സയായിട്ട് അങ്ങനെ പോയാൽ മതി. അപ്പം അത് പെട്ടെന്ന് ഭേദമാവുകയും ചെയ്യും. 2-3 മാസം കഴിയുമ്പോഴത്തേനും എല്ലാം സുഖമാകും. എന്നാ ടാറ്റ, പോവാട്ടാ. പ്രാർത്ഥിച്ചാലോ, കൊന്തയില്ലേ? എല്ലാം എൻ്റെ ഉത്തപ്പൻ്റെ കാര്യങ്ങളിലേക്ക് തടസ്സം കൂടാതെ നിങ്ങൾ പോവാ. അപ്പം ഞങ്ങൾ റിപ്പോർട്ട് കാണിക്കാനായിട്ട് പോവാണേ. ഡോക്ടറെ സ്കാൻ ചെയ്തേ, കഴിഞ്ഞ ദിവസത്തെ സ്കാനിങ് ചെയ്തതിൻ്റെ എല്ലാം റിപ്പോർട്ട് കൊണ്ടോ കാണിക്കുക. ഹെൽമെറ്റ് എടുത്തോ. ഇച്ചിരി തോർച്ചയുണ്ട്. രാവിലെ വരെ ഭയങ്കര മഴയായിരുന്നു. ഇച്ചിരി തോർച്ചയുണ്ട്, തെളിയുന്നുണ്ട്. അതുകൊണ്ട് ബൈക്കിനാണ് പോകുന്നത്. എന്നാലും മഴക്കാറുണ്ട്, പെയ്യാലെന്ന് വിചാരിക്കുന്നു. ഹെൽമെറ്റ് എടുത്തോ. അവിടെ നോക്കി നിൽക്കുവാണ് ഞങ്ങൾ പോകുന്നത്. നോക്കി ഉണ്ടോ? ബൈക്ക് പാർക്കിങ്ങിൽ കൊണ്ട വണ്ടി വെച്ചിട്ടും പോകുന്നു. മറ്റേ വണ്ടി വലിയ വണ്ടിയാണ് താഴെ കൊണ്ടിടണം. അതാണ് പിന്നെ ഇവിടെ അങ്ങനെ തിരികെ കയറ്റി വെക്കുക. അങ്ങനെ ഇടയ്ക്ക് തിരികെ കയറ്റി വെച്ചിട്ട് താഴോട്ട് പോവാണ്. അന്ന് വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു. ഇന്ന് പിന്നെ ഇച്ചിരി നേരത്തെയും കൂടെയാണ്. അന്ന് വന്നപ്പോഴൊക്കെ താമസിച്ചായിരുന്നു. അതപ്പം തിരക്ക് കൂടുതൽ. ഇന്നപ്പം നേരത്തെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വല്പം തിരക്ക് കുറവുണ്ടെന്ന് തോന്നുന്നു. തിരക്ക് കുറവാണ്. ബി പി ഒക്കെ ചെക്ക് ചെയ്യുന്നിടത്ത്, ബി പി ഒക്കെ നോക്കുന്നിടത്ത് വലിയ തിരക്കില്ല. ഇവിടെ കസരയിലാണെങ്കിലും വലിയ തിരക്കില്ല. എന്നൊക്കെ എടുക്കാം. ഡോക്ടർ എത്തിയിട്ടില്ല, വരുന്നതേ ഉള്ളൂ. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കുമില്ല. റൗണ്ട്സിലായിരുന്നു, ലേറ്റായിരുന്നു. ഒന്ന് ഇത്ര ലേറ്റായി. ഒരു കയറാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പൊക്കിയെടുത്ത് ഓട്ടോയിലോ അപ്പോൾ ഇപ്പം മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കണം, നിർത്താൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ്. മരുന്ന് നമ്മൾ സ്ഥിരം മേടിക്കുന്നുണ്ടെന്ന് മേടിക്കാം. നല്ല വെയിലാണ്, മഴക്കാറൊന്നുമില്ല, നല്ല വെയിലാണ്. അവിടെ നേരെ ഈ ഡെക്കാത്തലോണി വന്നൊരു സാധനം നോക്കാൻ വേണ്ടി വന്നതാണ്. നമുക്കെല്ലാം അറിയാമല്ലോ, സ്പോർട്സ് കടയാണ് ഇത്. സ്പോർട്സ് മറ്റേ ഇതിൻ്റെ സാധനങ്ങളാണ്. സ്പോർട്സിൻ്റെ ഉണ്ട്, സ്പോർട്സ് സാധനങ്ങളാണ് കൂടുതൽ. സൈക്കിള്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കുട ഇരിപ്പുണ്ട്. നമ്മൾ അന്വേഷിച്ചൊന്നും സാധനം ഇവിടെ ഇല്ല. കുട വേണം, കുട വേണം പറഞ്ഞാൽ മേടിക്കും. ചെറിയ കുടകളായി. നമ്മൾ അന്വേഷിച്ചൊന്നും സാധനം ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിപ്പോരുകയാണ്. അതിന് വിമാനം ഇവിടെ ഇല്ലായിരുന്നു. ഏലിക്കുട്ടി അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. എല്ലാം മുറിവഴി ലൈറ്റ് തെളിച്ചിട്ടിട്ടുണ്ട്. എല്ലാരും അന്വേഷിച്ച് പോയതാന്ന് എനിക്ക് തോന്നുന്നത്. നിന്നെ കാണാനിട്ടായിരിക്കും. എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ ഇച്ചിരി നേരമായോ ഇതിലെ നടക്കാൻ തുടങ്ങി. അതുവരെ ആകത്താൻ എല്ലായിടത്തുമായിരുന്നു.
ഓരോ കൂടെ നോക്കി പറക്കി എടുത്തു. തുണിയൊക്കെ അലക്കി വെച്ചിട്ടുണ്ടോ? അപ്പൊ എനിക്ക് സമാധാനമുണ്ട്. മഴ പെയ്താൽ നനയാതിരിക്കത്തക്ക പോലെയൊക്കെ ഉപ്പിച്ച് വെക്കുക. എനിക്ക് ഈ വർത്താനം വന്നിരിക്കാൻ നേരെയില്ല കേട്ടോ. നിങ്ങൾ അമ്മയും മകനോട് വർത്താൻ, ഞാൻ തുണിയൊക്കെ അലക്കാൻ പോട്ടെ. ഞാൻ കിടക്കാൻ പോകും. ഇപ്പൊ എന്നാ പക്ഷെ വെയിൽ തെളിയുന്നുണ്ട്. അത് നേരം പറഞ്ഞത് കഴിക്കാൻ. അവിടെയൊക്കെ എന്നാ തീയാ തെളിയുന്നത്, കൊള്ളുമായിരുന്നു. എന്നാലും വെയിൽ തെളി ഞാൻ ലൈറ്റ് വെക്കാം. ആ സമാധാനായി. ലൈറ്റിൽ തെളിച്ചിട്ടല്ലേ? അതായത് എല്ലാ മുറിയിലും പോയി അന്വേഷിക്കുന്നതാ. വെച്ചോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? എവിടെയൊക്കെയോ പോണെന്നൊക്കെ വിചാരിച്ചു വന്നാണ്. പപ്പായ്ക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭയങ്കര ധൃതിയാ. എവിടെ പോകാനായിട്ട്? ഞാൻ ആ കടയിലൊക്കെ ഒന്ന് കയറണമെന്ന് വിചാരിച്ചതാ. ഏത് കട? അവിടെ കടയില്. ഏലിക്കുട്ടി എന്റെ കാര്യത്തിന് പോയ കാര്യം നടക്കുവോ? എന്താ ഏലിക്കുട്ടി? ഫാൻ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ഫാൻ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. എവിടെയാ? അവിടെ എടുത്താ ഇവരിട്ടാണോ? ചെറുനേരമായല്ലോ. പോയിട്ട് വന്നല്ലേ? ആശുപത്രി പോയിട്ട് വന്നല്ലേ? ആശുപത്രിയിലോ? ആ അതെ. അവിടെ ആരാ? ജോമോളെ കൊണ്ട് ആശുപത്രി പോയിട്ട് വന്നതല്ലേ? ഇനി കവലയ്ക്ക് പോവാ, കുറുപ്പന്ത്ര വരെ പോവാ. ജോമോളെ കണ്ടേ ആശുപത്രി പോയിട്ട് വന്നതല്ലേ? ആണോ? ആ അവക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. തലയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. ചതവ് ഇട്ടിട്ടുണ്ടോ? ചതവല്ല, തലയ്ക്കകത്ത്. ആ അപ്പം അതിന് മരുന്ന് മേടിക്കാൻ പോയതാ. ഞരമ്പിന് വല്ല കുഴപ്പമാണ്. ആ ഞരമ്പിൻ്റെ ഒക്കെ കുഴപ്പമാ. എന്നിട്ട് അത് എന്നാ ചെയ്യാന്ന് പറഞ്ഞു? മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. അത് മാത്രമേ ഉള്ളോ? ആ ഓപ്പറേഷൻ ഒന്നും പറ്റിയ? ഓപ്പറേഷൻ ഒന്നും പറ്റിയില്ല. വലിയ കുഴപ്പമായിരുന്നു. ആ കുഴപ്പമാണ്. ഓർമ്മശക്തിയും കുറയും. ഒന്നും ഉദ്ദേശിക്കുന്ന നടക്കോ ഇല്ല. അതേന്നേ. ഇങ്ങോട്ടാരും വരവില്ലല്ലോ, ഇവിടുത്താരും നോക്കുകാരില്ലല്ലോ. എങ്ങോട്ട് വരാൻ? അവരോട്ട് വീട് പോകും. അല്ലാതെ എന്തേ പോകണം? അത് തന്നെ. ഇവരില്ലാതല്ലോ വാക്കുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഓരോ കുറ്റങ്ങളല്ലേ. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.